റാം, ഇത് ദേശീയ പണിമുടക്കാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളെ കാര്യമായി ബാധിച്ചു പണിമുടക്ക്? രാജ്യ തലസ്ഥാനത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ് ബൽറാം? ഉന്മേഷ്, ഇപ്പോൾ ദേശീയ പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്ത സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ കേന്ദ്ര നേതാക്കൾ പങ്കെടുക്കുന്ന പ്രതിഷേധം അത് ജന്തർ മന്ദിറിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നേതാക്കൾ സംസാരിക്കുകയാണ്. പ്രധാനമായും ഈ പൊതുപണിമുടക്കിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പണിമുടക്ക് കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. സാധാരണ നിലയിൽ തന്നെയായിരുന്നു ജനജീവിതം. വാഹനങ്ങൾ, അത് ബസ്സുകളും ടാക്സി, ഓട്ടോ സർവീസുകളും ഉൾപ്പെടെ സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിച്ചു. മറ്റ് ഉത്തരേന്ത്യൻ നഗരപ്രദേശങ്ങളിലും സമാനമായ സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. പൊതുപണിമുടക്ക് ഏറ്റവും രൂക്ഷമായ അല്ലെങ്കിൽ സംഘർഷ രംഗങ്ങൾ ഉണ്ടായത് പശ്ചിമ ബംഗാളിൽ തന്നെയാണ്. ബംഗാളിൽ ആദ്യ മണിക്കൂറുകൾ മുതൽ തന്നെ പല മേഖലകളിലും ഈ ഇടത് പ്രവർത്തകർ, തൊഴിലാളി സംഘടനകൾ എന്നിവർ റോഡ് ഉപരോധം, റെയിൽവേ ഉപരോധം എന്നിവ സംഘടിപ്പിച്ചിരുന്നു. ഹൗറയിൽ റോഡ് തടയാൻ ശ്രമിച്ച ഇടത് സംഘടനാ പ്രവർത്തകരെ നേരെ പോലീസ് ലാത്തിചാർജ് നടത്തുന്ന സാഹചര്യം ഉണ്ടായി. അതേ സമാനമായ രംഗങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. റെയിൽ തടയൽ സമരം ഉൾപ്പെടെയുള്ളവ ഈ ഇന്നത്തെ പൊതുപണിമുടക്കിന്റെ ഭാഗമായി ബംഗാളിലുണ്ടായി. അതേസമയം മറ്റിടങ്ങളിൽ ഗ്രാമീണ മേഖലകൾ, കർഷകരും കർഷക തൊഴിലാളികളും പങ്കെടുക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളാണ് പ്രധാനമായും നടന്നത്. രാജ്യത്തെ ബാങ്കിംഗ്, ഒപ്പം തന്നെ മറ്റ് സർവീസ് മേഖലകൾ, ഇൻഷുറൻസ് അടക്കമുള്ള സർവീസ് മേഖലകളിലെ പൊതുപണിമുടക്ക് ഭാഗികമായി ബാധിച്ചിട്ടുണ്ട്. തുറമുഖ മേഖലയെ ബാധിച്ചിരിക്കുന്നു. പല തുറമുഖങ്ങൾ, കൊൽക്കത്ത തുറമുഖം അടക്കമുള്ളവ നിശ്ചലമാകുന്ന സാഹചര്യം ഉണ്ടായി. സമാനമായി തന്നെ ഊർജ്ജ മേഖലയിൽ, കൽക്കരി ഖനി മേഖലയെയും വലിയ തോതിൽ തന്നെ ഈ പൊതുപണിമുടക്ക് ബാധിച്ചിട്ടുണ്ട്. ഈ മേഖലകളിലെല്ലാം തന്നെ തൊഴിലാളികൾ പൊതുപണിമുടക്കിന് പൂർണ്ണമായും പിന്തുണ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ ഈ കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെതടക്കം പ്രവർത്തനം നിശ്ചലമായ സാഹചര്യം ഈ പൊതുപണിമുടക്കിനെ തുടർന്ന് ഉണ്ടായി. അതേസമയം മറ്റിടങ്ങളിൽ, നഗരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും സാധാരണ നിലയിൽ തന്നെ ജനജീവിതമായി. ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിലെ ഈ ഫാക്ടറികൾ, വ്യവസായ കേന്ദ്രങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഈ പ്രതിഷേധ പ്രകടനങ്ങൾ പ്രധാനമായും നടന്നത്. ഈ മേഖലകളിൽ തന്നെയാണ് കാര്യമായ തോതിൽ ഇന്നത്തെ പൊതുപണിമുടക്കിന്റെ പ്രതിഫലനവും ഉണ്ടായത്. ഇപ്പോഴും ഈ പ്രതിഷേധ യോഗം ജന്തർ മന്ദിറിൽ പുരോഗമിക്കുകയാണ്. ഉന്മേഷ്, ശരി. ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.